അമേരിക്കയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. വിസ്കോൺസിനിലെ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ 3 പേർ മരിച്ചു. 6 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 2 വിദ്യാർത്ഥികളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അക്രമിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി. 17-കാരിയാണ് വെടിയുതിർത്തതെന്നാണ് അമേരിക്കൻ പോലീസ് പറയുന്നത്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, എന്താണ് സംഭവിച്ചത്? ഒരു ഇടവേള ഉണ്ടായിരുന്നല്ലോ. അവിടെ സ്കൂളുകളിലൊക്കെ വെടിവയ്പ് ഉണ്ടാകുന്നത് സാധാരണ സംഭവമാണ്. ഇപ്പോഴെന്താ സംഭവിച്ചത്? പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. വിസ്കോൺസിൻ സംസ്ഥാനത്ത് മാഡിസണിലെ ഒരു സ്വകാര്യ ക്രിസ്ത്യൻ സ്കൂളിലുണ്ടായ വെടിവെപ്പിലാണ് 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇന്ന് പുലർച്ചെ അബൻഡൻ ലൈഫ് ക്രിസ്ത്യൻ സ്കൂളിലാണ് ഈ വെടിവെപ്പുണ്ടായത്. വിദ്യാർത്ഥിയും ഒരു അധ്യാപികയുമാണ് കൊല്ലപ്പെട്ടത്. ഈ ഉതിർത്ത പെൺകുട്ടിയും പിന്നീട് മരിച്ചതായി പോലീസിന്റെ റിപ്പോർട്ടുകളുണ്ട്. 17 വയസ്സായിരുന്നു ഈ വെടിവെച്ച പെൺകുട്ടിയുടെ പ്രായം. 6 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. വെടിവെച്ചയാള് ആത്മഹത്യ ചെയ്തിരിക്കാമെന്നാണ് പോലീസ് മേധാവി പറയുന്നത്. ഇന്ന് 11 മണിയോടുകൂടിയാണ് പോലീസിന് ഇത്തരം ഒരു വെടിവെപ്പ് ഈ സ്കൂളിൽ നടക്കുന്നതായിട്ടുള്ള വിവരം ലഭിച്ചത്. സ്കൂളിൽ എത്തിയപ്പോൾ തന്നെ പ്രതി അടക്കമുള്ളവരൊക്കെ മരിച്ച നിലയിലാണ് പോലീസ് കണ്ടെത്തിയത്. കൊല്ലപ്പെട്ടവരിൽ ആരുടെയും ഈ പേരുകളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ അക്രമിയായ വിദ്യാർത്ഥിനിയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല. ഇവര് വെടിവെച്ചയാള് ഈ 9mm പിസ്റ്റൾ ആയിരുന്നു ഉപയോഗിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. വെടിവെപ്പിന്റെ കാരണം പോലീസിന് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കുടുംബം സഹകരിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഈ സ്കൂളിൽ എസ്കെനെ കിൻഡർ ഗാർഡൻ മുതൽ ഹൈസ്കൂൾ വരെയുള്ള ഒരു സ്കൂളാണ്. 400ഓളം വിദ്യാർത്ഥികൾ ഉള്ള സ്കൂളാണ്. ഇതിനുള്ള ബൈഡന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. വെടിവെപ്പ് ഞെട്ടിക്കുന്നതും മനസാക്ഷിക്ക് നിരക്കാത്തതുമാണെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത്. ഈ രാജ്യത്ത് വിദ്യാർത്ഥികൾ വായിക്കാനും എഴുതാനുമാണ് പഠിക്കേണ്ടത്, അല്ലാതെ തോക്ക് ഉപയോഗിക്കാനല്ല. അതുമാത്രമല്ല, ബൈഡൻ ഈ നിയമനിർമ്മാണത്തിനായി വീണ്ടും ആവർത്തിച്ച് കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയാണ് ഉടനടി നടപടി ഉണ്ടാകണമെന്ന്. എസ്കെനെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, അതായത് ഇതുവരെയുള്ള കണക്കനുസരിച്ച് 2024 അമേരിക്കയിൽ സ്കൂളുകളിൽ 300-ലധികം വെടിവെപ്പ് കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് തോക്ക് ചൂണ്ടുകയും വെടിവെക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ്. ഇതിൽ 16 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 53 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. എസ്കെൻ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.